ദർശന ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഇടവ മാസത്തെ ഫലമാണ് പറയുന്നത്. ഇടവ മാസത്തിൽ 12 രാശിക്കാർക്ക് എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ഫലമാണ് പറയുന്നത്. ആദ്യം തന്നെ മേടക്കൂറുകാർക്ക് നോക്കാം. മേടക്കൂറുകാർക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. ധാന്യ വർധനവിന് സാധ്യതയുണ്ട്. വാക്ക് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും വാക്കുകൾ പ്രവൃത്തികൾ കൊണ്ട് ചെയ്യുന്നവർക്കും വർത്തമാന ശൈലികൾ കൊണ്ട് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതും മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും വാഹന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്ര മറ്റുള്ള കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. ഉചിതകരമായിട്ടുള്ള ഒരു സമയമാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും കാര്യസാധ്യത വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മനസ്സിന് വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം തന്നെ മേടൻ രാശിക്കാർക്ക് ഇടവ മാസത്തിൽ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ധനത്തിന് വർധനവുണ്ടാവും. കുടുംബത്തിൽ ഐക്യവും ക്ഷേമവും വർധനവും ഉണ്ടാവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന സൗഖ്യങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ വിവാഹം കഴിച്ചവർക്കെല്ലാം ഗർഭം ധരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന യോഗങ്ങൾ കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐക്യത കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയുണ്ട്. ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കടങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വർത്തമാന ശൈലി വളരെ വിപുലീകരിക്കുവാനുള്ള സാധ്യതയും ബന്ധുസമൂഹങ്ങളായിട്ട് സഹകരിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ട് തൊഴിലെടുക്കുന്നവർക്കെല്ലാം ഗുണകരമാണ്. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണ്. കേസ് വഴക്കുകളിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതകൾ ഈ ഇടവ മാസത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭവന നിർമ്മാണത്തിനും മറ്റുള്ള കാര്യത്തിനും പറ്റിയതാണ്. പുതിയ വാഹന യോഗം എല്ലാം കാണുന്നുണ്ട്. പുതിയ വാഹന യോഗം വാങ്ങിക്കുവാനുള്ള ഒരു സമയഘട്ടമാണ്. അതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. മിഥുനക്കൂറുകാർക്കാണെങ്കിൽ മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും മറ്റുള്ളതും കിട്ടുവാനുള്ള സാധ്യതയും ധനവർദ്ധനവും തൊഴിൽ മന്ദതയെല്ലാം മാറി തൊഴിൽ പുരോഗതി വരുവാനുള്ള സാധ്യതയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത കുറേയേറെ ഐക്യതയില്ലായ്മയിൽ നിന്നും ഐക്യത വരുവാനുള്ള സാധ്യതയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുള്ള സാധ്യതയും വിവാഹ ജീവിതത്തിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും അകന്ന് നിൽക്കുന്നവരെല്ലാം ഒത്തുചേരുവാനുള്ള സാഹചര്യവും പരസ്പരം വിട്ടുവീഴ്ചകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിരുന്നാലും ഐക്യമത്യ സൂക്തം ചെയ്യുന്നത് ഈ മാസത്തിൽ അവർക്ക് വളരെ ഉചിതകരമായിരിക്കും എന്ന് തന്നെ പറയാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയും വരുമാന വർധനവുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സ്തംഭന അവസ്ഥയിലുണ്ടായിരുന്ന തൊഴിലെല്ലാം സ്തംഭനാവസ്ഥയിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയും സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരുവാനുള്ള സാധ്യതയും തൊഴിലിൽ സ്ഥാനസംഭ്രംശം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും സ്ഥാനമാന പദവികളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും എല്ലാം പൊതുവെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാർക്കാണെങ്കിൽ ഒരുപാട് ധനച്ചെലവ് വരുവാനുള്ള സാധ്യതകളും കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കുടുംബത്തിൽ ഐശ്വര്യക്കുറവ് വരുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും തൊഴിൽ സ്തംഭനം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. ഭാഗ്യസൂക്തം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യസൂക്തം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഭാഗ്യവശാലാണ് നിങ്ങളുടെ ജീവിതം നയിക്കാൻ പറ്റുക. അത് കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഭാഗ്യസൂക്തം ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ ഭഗവതി പ്രീതി ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. കാരണം ജന്മത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. ചൊവ്വ ഭദ്രകാളിയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ സിംഗപ്പൂറുകാർക്ക്
ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. ധനധാന്യ വർധനവ് ഉണ്ടാവും, വരുമാന മാർഗം ഉണ്ടാവും, തൊഴിൽ പ്രത്യേകിച്ച് തൊഴിലിൽ പുരോഗതി ഉണ്ടാവും, തൊഴിൽ വർധന ഒന്നിനൊന്നിനായിട്ട് തൊഴിൽ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തൊഴിലിൽ തിരക്ക് കൂടിയ അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്, ഭാഗ്യം നല്ലപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട്, ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അഷ്ടമശനി ഉള്ളത് കാരണം കൊണ്ട് ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധീകരിച്ച് പോകാനുള്ള ഒരവസരമാണ് ഉള്ളത്. അത് കാരണം അത് ശ്രദ്ധിക്കണം. ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അസുഖം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. ജന്മ നക്ഷത്രങ്ങൾ തോറും ഗണപതിക്ക് കറുക ഹോമം അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ ഉത്തമപരമായിട്ടുണ്ടാവും. എന്നിരുന്നാലും ദൈവാനുഗ്രഹം മറ്റുള്ള കാര്യങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് ഇവർക്ക് വലിയ ദോഷം വരുവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലപരമായിട്ടുള്ള ധനാഗമനങ്ങളും കളത്ര ഭാഗ്യങ്ങളും വിവാഹ ബന്ധങ്ങളുടെ നിശ്ചയങ്ങളും പുതിയ ബന്ധുസ്ഥാപനങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കന്നിക്കൂറുകാർക്കാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, വാഹന യോഗങ്ങൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. മഹായോഗങ്ങളും മഹായജ്ഞങ്ങളും നടത്തുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ശനിപ്രീതി വരുത്തുവാനുള്ള കാര്യങ്ങളും ചെയ്യണം. ശനിപ്രീതി പറഞ്ഞാൽ ശാസ്താവിൻ എള്ളുതിരി നീരാഞ്ജനം എന്നിവയെല്ലാം നടത്തുന്നത് മൂലം ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുലാരാശിക്കാർക്കാണെങ്കിൽ വൻ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. 6-ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ധനധാന്യ വർധനവ്, ഭാഗ്യം, കളത്രയോഗം, വിവാഹം, മംഗളകർമ്മങ്ങൾ, ധനലാഭം, വാക്കുകൾ കൊണ്ടുള്ള പ്രയോജനം, മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾ, മറ്റുള്ളവരുടെ അഭിമാന വർധനവ്, മറ്റുള്ളവരുടെ പുരസ്കാരങ്ങൾ, മറ്റുള്ളവരുടെ ബഹുമതികൾ, ഉദ്യോഗകയറ്റങ്ങൾ, മഹാഭാഗ്യങ്ങൾ, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ജനങ്ങളിൽ നിന്നും സേവനങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള സാധ്യതകൾ, ബഹുമാനപൂർവ്വം സൂക്ഷിക്കുവാനുള്ള സാധ്യതകൾ, ഭാഗ്യവർദ്ധനവ്, അവനവന് തന്നെ ഒരു ഉന്മേഷം വരുന്ന ഒരു തോന്നലുകൾ, നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നലുകളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാം ഈ തുലാരാശിക്കാർക്ക് ഈ ഇടവ മാസത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. വൃശ്ചിക രാശിക്കാർക്കാകട്ടെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. സന്താനങ്ങൾക്ക് മറ്റുള്ളവർക്കെല്ലാം ദുഃഖങ്ങൾ വരുവാനും കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം ചില സാങ്കേതികപരമായിട്ടുള്ളതും സങ്കടകരമായിട്ടുള്ള ഇതുകളെല്ലാം വരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ചില ശ്രദ്ധാപരമായിട്ടുള്ള കേന്ദ്രീകരിച്ച് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ മറ്റുള്ളവർക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. ധനക്കൂറുകാർക്കാകട്ടെ ഉത്തമപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ധനധാന്യ വർധനവ്, ഉദ്ദിഷ്ട കാര്യങ്ങൾ, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത, തൊഴിലവസരങ്ങൾ വരുവാനുള്ള സാധ്യത, പുതിയ തൊഴിലിനെ പറ്റി ചിന്തിക്കുവാനും പുതിയ തൊഴിൽ അവസരങ്ങളും, വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളും, വിദേശയാത്ര സബലീകരിക്കലും, വിദേശയാത്രയ്ക്ക് യോഗ്യത വരികയും ചെയ്യുന്നത് മൂലം അതിന് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് വരുന്നുണ്ട്. ഭാഗ്യവർദ്ധനവുണ്ടാവും, ധനാഗമനങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, സഹായഹസ്തങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ധനുക്കൂറുകാർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയുള്ളത്. മകരക്കൂറുകാർക്കാണെങ്കിൽ വ്യാഴപ്രീതി വളരെ മഹാവിഷ്ണുവെങ്കിൽ വ്യാഴപ്രീതി നന്നായിട്ട് വേണം. തുളസിമാല, പാൽപ്പായസം, അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് എന്നിവയെല്ലാം നടത്തി മഹാവിഷ്ണുവിൽ വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും സഹായകസ്ഥാനത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വാഹനയോഗം കാണുന്നുണ്ട്, പുതിയ ഭവനം നിർമ്മിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്, ഉത്തമപരമായിട്ടുള്ള ഭർത്താവിനെ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്, ഒരു ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇടുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും എല്ലാം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓപ്പറേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഏതെങ്കിലും വിധേയത്തിൽ
വരുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി അല്ലെങ്കിൽ ജാതകം പരിശോധിച്ച് ആ ജാതകത്തിൻ്റെ ദശാപഹാരം എന്താണ് നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ അതും ഉത്തമപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെയെല്ലാം ചെയ്തു വരികയാണെങ്കിൽ ദോഷഹിതങ്ങൾ കുറയും. കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഇടവ മാസത്തിൽ കാണുന്നത്. ദൈവാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കാണുന്നത്. ബുദ്ധിക്ക് ഉണർവ് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനാഗമങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ നൂതനപരമായിട്ടുള്ള നേട്ടങ്ങളെ പഠിക്കാനുള്ളതും തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗമനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർധനവുണ്ടാവാനുള്ള സാധ്യതയും വാഹനയോഗങ്ങളും ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള സാധ്യതകളും പുണ്യക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുവാനുള്ള സാധ്യതകളും പുതിയ കർമ്മങ്ങളെല്ലാം നീക്കി തടസ്സങ്ങളെല്ലാം നീക്കി ശുദ്ധത വരുത്തുവാനുള്ള സാധ്യതകളും ദോഷങ്ങളെല്ലാം നിവൃത്തി ചെയ്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ ഉചിതപരമായിട്ട് പോകണം എന്നുള്ള തീരുമാനം ഉൾക്കൊണ്ട് എടുത്ത് തീരുമാനിക്കുവാനുള്ള സാധ്യതയും അതിന് ദൈവാനുഗ്രഹം കൊണ്ട് അത് നടത്തുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതിനുള്ള ചിന്ത അവർക്കുണ്ടാവും എന്നല്ല പറയുന്നത്. മീനൻ രാശിക്കാർക്കാണെങ്കിൽ വളരെ സൂക്ഷ്മകരമായിട്ടുള്ള ഒരു സമയമാണ്. 4-ാം ഭാവം ഗവന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പാഴ്ചെലവ് വരും, അത് ശ്രദ്ധിക്കണം. പുതിയ ഭവന നിർമ്മാണം ചിന്തിക്കുകയാണെങ്കിൽ ജാതക പരിശോധന മറ്റുള്ളതെല്ലാം നടത്തിയിട്ട് പുതിയ ഭവന നിർമ്മാണത്തിന് തുടങ്ങിയാൽ മതി. കാരണം തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും നല്ല മുഹൂർത്തങ്ങളും ജാതകങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പുതിയ വാഹനങ്ങൾ എടുത്താൽ മതി. പുതിയ തൊഴിലുകൾ മറ്റുള്ളതൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതും സാമ്പത്തികപരമായിട്ട് മുടക്കിയിട്ട് പുതിയ തൊഴിലുകൾ തുടങ്ങുകയാണെങ്കിൽ ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും തുടങ്ങരുത് എന്നാണ് ഈ ഇടവമാസത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾക്ക് വൻ തുക മുടക്കി അഡ്വാൻസ് കൊടുക്കുകയും ഏജൻസി മുഖേന വലയാതിരിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കണം. ദോഷകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ശാസ്ത്രാപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ശാസ്ത്രാപ്രീതി മാത്രമല്ല, സയപ്രീതി, നീരാഞ്ജനം മറ്റുള്ള കാര്യങ്ങൾ നടത്തണം. മഹാവിഷ്ണു പ്രീതി വരുത്തുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം ഓരോരോ കൈകാര്യങ്ങളും ചെയ്യുവാനുള്ള സാധ്യത. ഇതൊക്കെയാണ് ഇടവ മാസത്തിലത്തെ 12 രാശിക്കാർക്കുള്ള ഫലം. നമസ്കാരം.